നമ്മളൊക്കെ ഭ്രാന്തന്മാരാണ്. അതുകൊണ്ടാണ് ഭാരതീയ മസ്ദൂർ സംഘത്തിൽ വന്നത്. ആരംഭത്തിൽ തന്നെ ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തെന്നാൽ ആരാണോ അതിസാമർഥ്യമുള്ളവർ അവർ ഭാരതീയ മസ്ദൂർ സംഘത്തിൽ വരേണ്ടതില്ല. ആരാണോ ഭ്രാന്തന്മാർ, ആരുടെ ബുദ്ധിയാണോ ഉറച്ചിട്ടില്ലാത്തത്, അവർ ഭാരതീയ മസ്ദൂർ സംഘത്തിൽ വരും. നാം രാഷ്ട്രത്തിന് ഒരു ഉറപ്പു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ, ദരിദ്രന്റെ ദാരിദ്ര്യമില്ലാതാക്കുന്നതിന്റെ, ദുഃഖിതരുടെ കണ്ണീറൊപ്പുന്നതിന്റെ, അന്ത്യോദയത്തിന്റെ, അതായത് നാടിന്റെ അധസ്ഥിതരിലും അധസ്ഥിതർക്കും ദരിദ്രരിലും ദരിദ്രരായവർക്കും സമൃദ്ധി നേടിക്കൊടുക്കുക എന്ന പ്രധാന സാധന. ആ സാധനയിൽ ഭാരതീയ മസ്ദൂർ സംഘം നിലനിൽക്കും. അതുകൊണ്ട് അതിബുദ്ധിമാന്മാരായവരോട് നമ്മൾ പറയും, സാർ, താങ്കൾ ഭാരതീയ മസ്ദൂർ സംഘത്തെ വിട്ടുപോയിക്കൊള്ളൂ. താങ്കൾ പ്രധാനമന്ത്രി ആയിക്കൊള്ളൂ, രാഷ്ട്രപതി ആയിക്കൊള്ളൂ. താങ്കൾ വന്നാലും പോയാലും പ്രശ്നമില്ല. ഞങ്ങൾക്ക് പരമവൈഭവം പ്രാപ്തമാക്കണം. ഞങ്ങൾ രാഷ്ട്രത്തിന്റെ പരമവൈഭവത്തിനായി പ്രവർത്തിക്കും. അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ദരിദ്രന്റെ ദാരിദ്ര്യമില്ലാതാക്കും. ദുഃഖിതരുടെ കണ്ണീർ തുടച്ചുമാറ്റും. അവസാനത്തെ വ്യക്തി സമ്പദ് സമൃദ്ധമാകുന്നതുവരെ നാം ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ ഭ്രാന്ത്. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ തൊഴിലാളി മനസ്സുകളുടെ ഉള്ളറയിൽ ഉറങ്ങിക്കിടന്ന ദേശാഭിമാനത്തിന്റെ ഗന്ധകപ്പുരയ്ക്ക് തീ കൊടുക്കുകയായിരുന്നു ഠേങ്ഡി ജി. അദ്ദേഹം പടർത്തിയ ദേശാഭിമാനത്തിന്റെ തീക്കാറ്റിൽ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ കൊടിനിറം ചതിയുടെ ചോര കലർന്ന ചുവപ്പ് മാറി സനാതനധർമ്മത്തിന്റെ കാവിയടി. ആയിരത്തി 1955 ജൂലൈ 23 ഭോപ്പാലിൽ ഠേങ്ഡി ജി അഖില ഭാരതീയ മീറ്റിംഗ് വിളിച്ചുകൂട്ടിയപ്പോൾ 35 പ്രവർത്തകരാണ് പല സംസ്ഥാനങ്ങളിൽ നിന്നായി എത്തിയത്. അന്നവിടം ഒത്തുകൂടിയവർ ട്രേഡ് യൂണിയൻ പ്രവർത്തകരായിരുന്നില്ല. സാമൂഹിക പ്രവർത്തനത്തിലുള്ള താൽപര്യം കൊണ്ടെത്തിച്ചേർന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകരായിരുന്നു. മറ്റെല്ലാ കേന്ദ്ര ട്രേഡ് യൂണിയനിൽ നിന്നും വ്യത്യസ്തമായി ഒരൊറ്റ അംഗവും ഒരൊറ്റ യൂണിയനും സ്വന്തമായി ഇല്ലാതായിരുന്നു ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ പിറവി. താഴെ തലത്തിൽ നിന്നാണ് സംഘടന രൂപം പ്രാപിക്കുന്നത്. ആദ്യകാലം അതിജീവനകാലം തന്നെയായിരുന്നു. സർക്കാരും തൊഴിലുടമകളും മറ്റു യൂണിയനുകളും വിരോധത്തോടെ മാറി നിന്നു. പണമില്ലാതെ, ഓഫീസില്ലാതെ, പിന്തുണകളേതുമില്ലാതെ ആരാധനാലയങ്ങളിലും പൊതുപാർക്കുകളിലുമായി മീറ്റിംഗുകൾ നടത്തി BMS പതുക്കെ വേരായി തുടങ്ങി. ദേശീയബോധമുള്ള തൊഴിലാളി, തൊഴിലാളീകരിച്ച വ്യവസായം, വ്യവസായവൽക്കരിച്ച രാഷ്ട്രം എന്ന സങ്കല്പം BMS എന്തിനുവേണ്ടി നിലകൊള്ളുന്നുവെന്ന് ഉറക്കെ പറഞ്ഞു. സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്നതിനു പകരം തൊഴിലാളികളെ സർവ്വലോകത്തെയും സംഘടിപ്പിക്കുവിൻ എന്ന ആശയം നമ്മൾ മുന്നോട്ട് വച്ചു. രാഷ്ട്രീയ ട്രേഡ് യൂണിയനുകൾ രാഷ്ട്രീയ അധികാരത്തിനു വേണ്ടി തൊഴിലാളികളെ ഉപയോഗിച്ചു വന്ന സാഹചര്യത്തിൽ ഭാരതീയ മസ്ദൂർ സംഘം പുതിയ ആശയ അടിത്തറ പാകി. രാഷ്ട്രീയാതീത ട്രേഡ് യൂണിയൻ പ്രവർത്തനം തൊഴിലാളി സ്വീകാര്യത നേടി. BMSന്റെ ചരിത്ര വളർച്ചയ്ക്ക് കാരണം ഈ രണ്ട് കാര്യങ്ങൾ തന്നെയായിരുന്നു. ഒന്ന്, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രേരണ. 2, മൗലികാദർശത്തിൽ കടുകിട വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ലാത്ത മാനനീയ ദന്തേപാന്ത് ഠേങ്ഡി ജിയുടെ മാർഗനിർദ്ദേശം. പന്ത്രണ്ട് വർഷത്തെ കഠിന പരിശ്രമത്തിന് ശേഷം 1967 ആഗസ്റ്റ് 12, 13 തീയതികളിൽ ഡൽഹിയിൽ ആദ്യ അഖില ഭാരതീയ സമ്മേളനം നടന്നു. രാജ്യഞരമ്പുകളിലേക്ക് ഭാരതീയ മസ്ദൂർ സംഘം തൊഴിലാളി പ്രശ്നങ്ങളുമായി വിപുലമായി വ്യാപിക്കുകയായിരുന്നു. ടെക്സ്റ്റൈൽ, കൽക്കരി, എഞ്ചിനീയറിംഗ്, പ്രതിരക്ഷ, റെയിൽവേ, പഞ്ചസാര മിൽ, വൈദ്യുതി എന്നീ 7 മേഖലകളിലാണ് ആദ്യ ദശകത്തിൽ മഹാസംഘ് രൂപീകരിക്കപ്പെട്ടത്. 1963 ബോംബെ ബന്ദിന്റെ വിജയം സംഘിന് വലിയ ഉണർവും ഊർജവുമായി.
1962 ചൈന ആക്രമണകാലത്തും 65 പാകിസ്ഥാൻ ആക്രമണകാലത്തും രാഷ്ട്രീയ മസ്ദൂർ മോർച്ച രൂപീകരിച്ച് പ്രവർത്തിക്കാൻ BMS തയ്യാറായി. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്തും രാഷ്ട്രസേവനത്തിന്റെ വഴിയിൽ BMS മാതൃകയായി. ബോംബെ സമ്മേളനത്തിന് മുന്നോടിയായി വീട്ടുജോലിക്കാർ എന്ന പ്രത്യേക വിഭാഗത്തിനിടയിൽ സംഘ് പ്രവർത്തനം തുടങ്ങി. മൂന്നാം ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി 60,000 വീട്ടുജോലിക്കാർ അണിനിരന്ന റാലി നടന്നു. സമ്മേളനശേഷം അസംഘടിത അസുരക്ഷിത തൊഴിലാളികൾക്ക് ഇടയിലേക്ക് സംഘടനാ പ്രവർത്തനം വ്യാപിച്ചു. അടിയന്തരാവസ്ഥയെ എതിർത്തതിന്റെ പേരിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ ജയിലിലായി. നിരവധി പേർക്ക് ഒളിവിൽ പോകേണ്ടി വന്നു. 70,000-ഓളം പ്രവർത്തകർ സത്യാഗ്രഹം അനുഷ്ഠിച്ചു. ദേശീയ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രത്തിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് BMS സജീവമായി പങ്കെടുത്തു. മറ്റു തൊഴിലാളി സംഘടനകളിൽ നിന്നും വ്യത്യസ്തമായി BMSന്റെ പ്രാപ്തിയും രാജ്യസ്നേഹവും ത്യാഗമനസ്ഥിതിയും ഭാരതം നേരിട്ട് പരീക്ഷിച്ചെറിഞ്ഞ കാലമായിരുന്നു അത്. രാഷ്ട്രീയ അധികാരത്തിൽ നിന്ന് അകലം പ്രഖ്യാപിക്കണമെന്ന ആദർശാധിഷ്ഠിത തീരുമാനത്തിൽ ഉറച്ച് ജനതാ പാർട്ടി ഭരണകൂടത്തിന്റെ ഭാഗമാകാതെ BMS വിട്ടുനിന്നു. 1978 ജയ്പൂർ സമ്മേളനകാലത്ത് അംഗസംഖ്യ 10 ലക്ഷം കഴിഞ്ഞിരുന്നു. 1996 ഭോപ്പാൽ സമ്മേളനമായപ്പോഴേക്കും അരക്കോടിയിലേക്ക് അത് വീണ്ടും വളർന്നു. 2002 നടന്ന അംഗത്വ കണക്ക് പരിശോധനയിൽ BMSന്റെ അംഗീകൃത മെമ്പർഷിപ്പ് 62,15,797 ആയിരുന്നു. അന്ന് BMSനെ ഒന്നാമത്തെ ട്രേഡ് യൂണിയൻ സംഘടനയായി കോൺഗ്രസ് സർക്കാർ പ്രഖ്യാപിച്ചു. വളരെ മുമ്പ് മുതൽ തന്നെ അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനങ്ങളിൽ പങ്കെടുത്തുവന്ന BMS 1996 മുതൽ ഭാരതത്തിന്റെ പ്രതിനിധിയായി ട്രേഡ് യൂണിയൻ സംഘത്തെ നയിച്ചു പോന്നു. നാഷണൽ ക്യാമ്പയിൻ കമ്മിറ്റി, ജനജാഗരണ അഭിയാൻ, സ്വദേശി ജാഗരൺ മഞ്ച്, സർവപന്ഥ സമാധാർ മഞ്ച്, പരിസ്ഥിതി മഞ്ച്, BMS ആഗോളതലത്തിൽ അടയാളപ്പെട്ട കാലങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചു. ദേശീയ മൂല്യങ്ങൾ ആധാരമാക്കി തൊഴിലാളി തൊഴിലുടമാ ബന്ധത്തിന് പരസ്പര ആശ്രയത്വത്തിന്റെ പുതിയ നിർവചനം രചിച്ച് മുതലാളി തൊഴിലാളിയുടെ ശത്രുവല്ല, മറിച്ച് മുതലാളിയും തൊഴിലാളിയും ചേരുന്നിടമാണ് തൊഴിലിടം എന്ന തന്റേടത്തോടെ പ്രഖ്യാപിക്കാൻ BMSന് കഴിഞ്ഞു. അധ്വാനം ആരാധനയാണ് എന്ന ആപ്തവാക്യം ഉദ്ഘോഷിച്ചുകൊണ്ട് ത്യാഗം, തപസ്യ, ബലിദാനം എന്നീ ത്രിവിധ ശപഥത്തോടെ ദേശസ്നേഹികളായ ലക്ഷക്കണക്കിന് തൊഴിലാളികളെ സംഘ് വാർത്തെടുത്തു. അധികാരത്തിലേറുന്ന സർക്കാരുകളോടുള്ള BMS സമീപനം സ്വർഗീയ ടെങ്ഡിജി 2001 ഡൽഹി റാലിയിൽ പ്രഖ്യാപിച്ചത് തന്നെയാണ്. സുഹൃത്തുക്കൾ ഭരണത്തിലുണ്ട് എന്നത് അവരുടെ തെറ്റായ നയങ്ങളെ എതിർക്കാൻ BMSന് തടസ്സമല്ല എന്നതായിരുന്നു ടെങ്ഡിജിയുടെ പ്രശസ്തമായ പ്രഖ്യാപനം. BMSന്റെ നിരന്തരമായ സമ്മർദ്ദത്തിന്റെയും ജാഗ്രതയുടെയും ഫലമാണ് തൊഴിലാളി താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒന്നായി പുതിയ വേജസ് ബിൽ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞത്. ഇന്ന് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നായകത്വം BMS ഏറ്റെടുക്കുകയാണ്. രാജ്യദ്രോഹ ശക്തികളെ പരാജയപ്പെടുത്തി BMS അവിടെ ദേശാഭിമാനത്തിന്റെ കൊടിക്കൂറ പാറിക്കുന്നു. തൊഴിലാളികളെ വെറും കോടാലിക്കൈയായി കരുതിയിരുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും വലിയ എതിർപ്പാണ് ആദ്യകാലത്ത് BMS പ്രവർത്തനത്തിനെതിരെ ഉയർത്തിയിരുന്നത്. കാലം കാത്തുവച്ച മറുപടി എന്ന പടം ഇന്ന് ലോകം ദേശീയതയിലേക്ക് മടങ്ങിയിരിക്കുന്നു. ലോക തൊഴിലാളി വർഗം എന്ന വർഗീകരണം അതിന്റെ മണ്ണിൽ തന്നെ കുഴിച്ചുമൂടപ്പെട്ടു. ഓരോ രാജ്യത്തിനും അതിന്റെ വ്യക്തിത്വത്തിന് ചേർന്ന ആശയാദർശങ്ങൾ തന്നെയാണ് വേണ്ടതെന്ന് ലോകം അംഗീകരിച്ചു. കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി സംഘടനകൾ ഉഴുതുമറിച്ചിട്ട കേരളത്തിൽ കാവിക്കൊടിയുമായി എത്തിയ BMSനെ കാത്തിരുന്നത് അതിശക്തമായ എതിർപ്പുകളായിരുന്നു. കേരളത്തിൽ ചുമട്ടുതൊഴിലാളിയാകാനും കർഷക തൊഴിലാളിയാകാനും ചെത്തുതൊഴിലാളിയാകാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീട്ടൂരം വേണ്ടുന്നതായ കാലഘട്ടം സ്വതന്ത്രമായി പണിയെടുക്കാനുള്ള അവകാശത്തിനായി BMS പോരാടി. BMS പ്രവർത്തകർക്ക്
മാർക്സിസ്റ്റ് മാടമ്പിത്തരത്തിനെതിരെ നിറനെഞ്ചു കാട്ടേണ്ടി വന്നു. കേരളത്തിലെ ഗ്രാമങ്ങളിലും നഗരപ്രാന്തങ്ങളിലും കാവിക്കൊടി ഉയർത്തിക്കെട്ടാൻ അനവധി ജീവനുകൾ തന്നെ ബലിയർപ്പിക്കേണ്ടി വന്നു. അനവധി പ്രവർത്തകർ ജയിലിലേക്ക് തീർത്ഥയാത്ര നടത്തി. രാജ്യത്തെങ്ങുമില്ലാത്ത അതിക്രൂരമായ എതിർപ്പുകളെ നേരിട്ടാണ് കേരളത്തിൽ BMS പ്രവർത്തനം ഉയർന്നു വന്നത്. ഞാൻ പൂജാരിയായി ശ്രീകോവിലിനുള്ളിൽ സന്തോഷത്തോടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പുറത്തുപോയി ഒച്ചപ്പാടുള്ള വാദ്യം കൊട്ടാൻ പറഞ്ഞു. ഞാൻ അതിനു പറ്റിയ ആളല്ല. അതുകൊണ്ട് മാല കെട്ടാനുള്ള ജോലിയെങ്കിലും എന്നെ നിയോഗിച്ചാൽ കൊള്ളാം. രാഷ്ട്രീയ ജീവിതം മടുത്ത വേണുഗോപാൽജി ആ മേഖലയോട് വിട ചൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ കത്തിന്റെ പിറവി. അങ്ങനെയാണ് കേരളത്തിൽ ഭാരതീയ മസ്ദൂർ സംഘം സ്ഥാപിക്കാനുള്ള ദൗത്യം വേണുഗോപാൽജിയിലേക്ക് എത്തിച്ചേരുന്നത്. തൊഴിലാളി താൽപര്യത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടായിരുന്നില്ല. അബ്കാരി ഷാപ്പിന് മുമ്പിലുള്ള സമരം മുതൽ മാവൂർ ഗ്വാളിയർ റൈൻസിലെ സമരം വരെ എല്ലാറ്റിനും മുമ്പിൽ നിന്നു അദ്ദേഹം നേതൃത്വം നൽകി. 1979 എറണാകുളത്തുള്ള രാജ്യരക്ഷാ വകുപ്പിന്റെ കീഴിലുള്ള NPOL എന്ന സ്ഥാപനത്തിലെ BMS സമരത്തിന് നേതൃത്വം നൽകിയ വേണുവേട്ടൻ 12 ദിവസം നീണ്ടുനിന്ന സമരത്തിന്റെ വിജയപ്രാപ്തിക്ക് വേണ്ടി മരണം വരെ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കാൻ തയ്യാറായി. ഇത് വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും ഒടുവിൽ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു കിട്ടുകയും ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് ഭാരതീയ മസ്ദൂർ സംഘം കേരളത്തിന്റെ ഞരമ്പുകളിൽ അതിവേഗം വ്യാപിച്ചു. ഇന്ന് 500ഓളം വ്യത്യസ്ത തൊഴിൽ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന യൂണിയനുകൾ കേരളത്തിലെ BMS സംസ്ഥാന കമ്മിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു. സർവീസ് മേഖല, പൊതുമേഖല, സ്വകാര്യ വ്യവസായ മേഖല, അസംഘടിത മേഖല എന്നിങ്ങനെ സർവതല സ്പർശിയായി തൊഴിലാളി ക്ഷേമം ഉറപ്പാക്കി BMS മുന്നിലുണ്ട്. അസംഘടിത മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, കൈത്തറി, കയർ, ബീഡി തുടങ്ങിയ പരമ്പരാഗത വ്യവസായ മേഖലകളെ സംരക്ഷിക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങളെ കരുതുക, വ്യവസായ നയം തിരുത്തുക, ജനവിരുദ്ധ നയവും നിലപാടും അവസാനിപ്പിക്കുക, കാർഷിക മേഖലയിൽ സമൂലമായ മാറ്റം കൊണ്ടുവരിക, ചുമട്ടുതൊഴിലാളികളുടെ ജോലിയും കൂലിയും സംരക്ഷിക്കുക, തോട്ടം വ്യവസായവും തോട്ടം തൊഴിലാളികളെയും പരിരക്ഷിക്കുക, മുഴുവൻ സർവീസ് പെൻഷൻകാർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പുവരുത്തുക, സമസ്ത വിഷയങ്ങളിലും അവകാശങ്ങൾക്കായി ആനുകൂല്യങ്ങൾക്കായി പോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളും കണ്ടു. പങ്കാളിത്ത പെൻഷൻ, ESI സേവനങ്ങൾ, KSEB, KSRTC പ്രതിസന്ധികൾ, നിർമ്മാണ മേഖലയിലെ സ്തംഭനാവസ്ഥ എന്നിങ്ങനെ സംഘം കൈതൊടാതെ പോയ മേഖലകളില്ല. കോവിഡ് എന്ന വെല്ലുവിളി. മഹാമാരിയുടെ കെട്ടകാലത്ത് തൊഴിലാളികളെ ചേർത്തു നിർത്താനും BMS മുന്നിൽ നിന്നു. കോവിഡ് കാലത്ത് ദുരിതമനുഭവിക്കുകയും നിരാലംബരായിത്തീരുകയും ചെയ്ത നിരവധി തൊഴിലാളികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും BMS കൂടെ നിർത്തി. വാർഡുതലം വരെയുള്ള ഹെൽപ്പ് ഡെസ്കുകൾ സജീവമാക്കി. 14 ജില്ലയിലും സഹായമെത്തിക്കാൻ കഴിഞ്ഞു. ക്വാറന്റൈൻ സംവിധാനം, വാഹന സൗകര്യം, രോഗികൾക്കുള്ള സമാശ്വാസം, ചികിത്സ, ഭക്ഷ്യക്കിറ്റ്, പച്ചക്കറി തുടങ്ങി 3.5 കോടിയോളം വരുന്ന സഹായം കേരളം അങ്ങോളമിങ്ങോളം ഒഴുകി. തൊഴിലാളികളിൽ നിന്ന് സേവാനിധി സമാഹരിച്ചുകൊണ്ടുള്ള പ്രവർത്തനവും തുടർന്നു വരികയാണ്. മാരകമായ അസുഖം മൂലം ദുരിതത്തിലായിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ സഹായിക്കേണ്ടത് ധാർമ്മിക ചുമതലയെന്ന് ഉറച്ചു വിശ്വസിച്ച് അണികളാകെ ഇന്ന് മഹാദൗത്യത്തിന് ഒപ്പമുണ്ട്. BMSന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച വനിതാ സംഗമം തൊഴിലാളികൾക്ക് പൊതുവെയും സ്ത്രീ തൊഴിലാളികൾക്ക് പ്രത്യേകിച്ചും സമൂഹത്തിനാകെ തന്നെയും നിരവധി സന്ദേശങ്ങളും പുതിയൊരു ദിശാബോധവും നൽകുന്നതായി. 3500-ലധികം വനിതകൾ പ്രതിനിധികളായി പങ്കെടുക്കുകയും വനിതകൾ തന്നെ നിയന്ത്രിക്കുകയും ചെയ്ത സമ്മേളനം ആത്മവിശ്വാസത്തിന്റെ അലകൾ ഉയർത്തിയാണ് അവസാനിച്ചത്. തൊഴിലാളി സംഘടനാ ചരിത്രത്തിൽ ആദ്യമായാണ് വനിതകളുടെ മുൻകൈയിൽ വനിതാ തൊഴിലാളികൾ മാത്രം പങ്കെടുക്കുന്ന ഇങ്ങനെയൊരു സമ്മേളനമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു.
G20 പ്രവർത്തന കൂട്ടായ്മകളിലൊന്നായ ലേബർ 20 ഭാഗമായാണ് തിരുവനന്തപുരത്ത് ദൃഷ്ടി 2023 എന്ന പേരിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചത്. രാഷ്ട്രീയ ഭരണരംഗത്തെ വനിതാ ശാക്തീകരണത്തിന്റെ പ്രതീകമായ കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി സ്മൃതി ഇറാനി ഉദ്ഘാടകയായി എത്തിയത് പരിപാടിയുടെ തിളക്കം വർദ്ധിപ്പിച്ചു. വനിതാ മാധ്യമ പ്രവർത്തകയോട് ധാർഷ്ട്യം കാണിച്ച ചാനൽ മേധാവി BMS സമരവീര്യത്തിന് മുന്നിൽ മുട്ടുമടക്കുന്നതും ഇക്കാലം കണ്ടു. KSRTCയിലെ സർക്കാർ നടപടികൾക്കെതിരെ KSU എംപ്ലോയീസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് KSRTCയിലെ BMS യൂണിയനായ എംപ്ലോയീസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡിലെ തീപിടുത്തം CBI അന്വേഷിക്കണമെന്ന് മാസം അവസാനിക്കാറായിട്ടും മുഴുവൻ ശമ്പളവും വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച BMS യൂണിയൻ KSRTC സമഗ്രമായ ഒരു വ്യവസായ പാക്കേജ് പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് BMS സംസ്ഥാന ഇടതുപക്ഷത്തിന്റെ രഹസ്യ അജണ്ടയാണെന്ന് BMS സംസ്ഥാന അധ്യക്ഷൻ ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ. അക്രമരാഷ്ട്രീയം, ലഹരിക്കെതിരായ പോരാട്ടം, സ്ത്രീ സുരക്ഷ, പ്രവാസിക്ഷേമം, പശ്ചിമഘട്ട സംരക്ഷണം, പല ധാരകളിൽ സംഘം ഉച്ചത്തിൽ ഉറക്ക ശബ്ദമാകുക തന്നെയാണ്. കേരളത്തിലെ തൊഴിലാളി പ്രവർത്തനങ്ങളിൽ ഏതു തൊഴിലാളിക്കും അവന്റെ കുടുംബാംഗത്തിനും കടന്നുവരാനും വിശ്രമിക്കാനുമുള്ള ഓഫീസ് BMS ലക്ഷ്യമായിരുന്നു. ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന തൊഴിലാളി ഓഫീസുകൾ BMS സജ്ജമാക്കിയിരിക്കുന്നു. തങ്ങളുടെ ചികിത്സയ്ക്കും കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും മറ്റുമായി എത്തുന്ന തൊഴിലാളി കുടുംബങ്ങളെ താമസിപ്പിക്കാൻ കഴിയുന്ന BMS ഓഫീസുകൾ ഇന്ന് കേരളത്തിലെ വിവിധ നഗരങ്ങളിൽ തലയുയർത്തി നിൽക്കുന്നു. മസ്ദൂർ ഭാരതി, മസ്ദൂർ സേവാ ട്രസ്റ്റ്, തൊഴിൽ ഗവേഷക പരിശീലന കേന്ദ്രം എന്നിങ്ങനെ തലയുയർത്തി തലയെടുപ്പോടെ ഇന്ന് ഭാരതീയ മസ്ദൂർ സംഘം കേരളത്തിന്റെ മുഖ്യധാരയിലുണ്ട്. സ്വർഗീയ ഠേങ്ജിയുടെ വാക്കുകളിൽ തന്നെ അവസാനിപ്പിക്കാം. സമൂഹവും വ്യക്തിയും രാജ്യവും ലോകവും തമ്മിൽ ഉണ്ടാകേണ്ടത് പരസ്പര ആശ്രയത്വമാണ്, പരസ്പര വിരോധമല്ല. ദാരിദ്ര്യത്തെയും ദൈന്യതയെയും അനാചാരത്തെയും ഇല്ലാതാക്കാനുള്ള വീരാവേശം ജ്വലിക്കട്ടെ. ക്രൂരത ധീരതയുടെ മുഖം മൂടിയിട്ട് നടക്കാം.